ഹലോ, ഞാൻ ഡോക്ടർ ഹർഷ. മെയിൻ മീൽ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് ഏതാണ്? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ വരട്ടെ. അതിന് മുന്നേറെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കൂ മെയിൻ മീൽ ഓഫ് ദി ഡേ ഏതായിരിക്കണം എന്ന്. നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ സൺലൈറ്റിനെ മിമിക് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, രാവിലെ സൂര്യ ഉദിക്കുമ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഒരു മൈൽഡ് ടു മോഡറേറ്റ് ആണ്. അതിനുശേഷം സണ്ണിൻ്റെ പവർ കൂടി കൂടി വരുന്നു. ഉച്ചയാകുമ്പോൾ അത് അതിൻ്റെ മാക്സിമം പവറിൽ നിൽക്കുന്നു. വൈകുന്നേരം സൂര്യ അസ്തമിക്കുന്നു, അതിനുശേഷം സൺലൈറ്റ് ഇല്ല. ഇനി നമ്മുടെ ശരീരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതൊരു ഹെൽത്തി പേഴ്സന്റെ കാര്യമാണ്, മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു ഹെൽത്തി പേഴ്സന്റെ കാര്യം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയുന്നത് ഒരു മൈൽഡ് ടു മോഡറേറ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് എണ്ണമെഴുക്കൊക്കെ കുറച്ച് ഈസി ടു ഡൈജസ്റ്റ്, ദഹിക്കാൻ എളുപ്പമുള്ള ഒരു ഭക്ഷണമായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഉച്ചയ്ക്കാണ് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഏറ്റവും നന്നായിട്ട് ഇരിക്കുന്നത്. ആ സമയത്താണ് നമുക്ക് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ശരീരത്തിനുള്ളത്. ഇനി അതിനുശേഷം രാത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ വളരെ വീക്കായിരിക്കും. അപ്പോൾ ഈ സമയത്ത് എത്ര ക്വാളിറ്റിയുള്ള ഫുഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശരീരത്തിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരുടെ ഫാറ്റി ലിവർ കുറയുന്നതായിട്ടും ഈ വെയിറ്റ് ഉള്ള ആൾക്കാരുടെ ഓവർ വെയിറ്റ് ഒക്കെ കുറയുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ലേറ്റ് നൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം മര്യാദയ്ക്ക് ദഹിക്കില്ല. ആ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണം ടോക്സിൻസ് ആയിട്ട് ശരീരത്തെ അക്യുമുലേറ്റ് ചെയ്ത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ മെയിൻ മീൽ ഓഫ് ദി ഡേ ഇനി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കമൻറ്റ് ചെയ്യുക. താങ്ക് യു.